സർ, CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഒരു സ്പോർട്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചാണ്ടി ഉമ്മന്റെ ക്ഷണം സ്വീകരിച്ച് കോട്ടയത്തെത്തുകയാണ്. BJP ലീഡറും RSS സ്വയംസേവകനുമാണ് CP രാധാകൃഷ്ണൻ. ഇതിപ്പോൾ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയല്ലേ? വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുക. പ്രശ്നമായി അവലെ വാർത്തയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, നമ്മൾ ഈ കോൺഗ്രസ്സുകാരൊക്കെ, ഞാനും ഒരുപക്ഷെ അദ്ദേഹവും ഒക്കെ ഉൾപ്പെടെ ഉള്ള ഈ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ളതായ ഉമ്മൻചാണ്ടി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. ഇപ്പുറത്തുള്ള കോൺഗ്രസ്സുകാരെ കാണുമ്പോഴും ഓർക്കുമ്പോഴും നമുക്കൊരു ചിരിയും വരാറുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിട്ട് ഈ അനശ്വരരായിട്ടൊക്കെ ഇരിക്കത്തില്ലേ മരിച്ചതിന് ശേഷവും. ആ പാർട്ടിയെ ഒന്ന് ഓർക്കണമെങ്കിൽ, ആ പാർട്ടിയുടെ നല്ല കാലവും, അല്ലെങ്കിൽ ആ നേതാക്കന്മാരുടെ ഒരു ഗുണവും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊക്കെ ആലോചിക്കണമെങ്കിൽ ഈ നേതാക്കന്മാരുടെയൊക്കെ മുഖവും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനവും ഒക്കെ ഓർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ കോൺഗ്രസിന്റെ പോക്ക്. അപ്പം മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഈ മോദി പറഞ്ഞ ഭാരതത്തില്, കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് പോകുമ്പോൾ മോദിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഇങ്ങേയറ്റത്തെ ബൂത്ത് പ്രസിഡന്റ് വരെ ഉള്ളിടത്താണ് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ AK ആന്റണിയുടെ മകൻ BJPയിൽ, കോൺഗ്രസിന് നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും വലിയ നേതാക്കന്മാരായിട്ടുള്ള പത്മജ വേണുഗോപാൽ BJPയിൽ ഇപ്പതാണ്ട് വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഒരു പരിപാടി, അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പം അതിനകത്തൊരു ട്രെയിനിങ്ങും, ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ഏതോ ഇവരും രണ്ടുപേരുടെ കൂടി നടത്തുന്നതിനകത്ത് ഉദ്ഘാടനം ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടാണോ ഉമ്മൻചാണ്ടിയുടെ ഫൗണ്ടേഷന്റെ പരിപാടിക്ക് വലിയ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു പക്ഷേ കോൺഗ്രസിന്റെ എത്ര ആണെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുകൊണ്ടുവന്നാൽ പോരെ, അല്ലെങ്കിൽ അദ്ദേഹം വരികയും ചെയ്യുമല്ലോ. അല്ലെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ പോരെ, അവരുടെ മൂക്കും നാക്കും ഒക്കെ ആണെങ്കിൽ നമ്മുടെ മറ്റേ മുൻ പ്രധാനമന്ത്രിയുടെ കൂട്ടിയിരിക്കുകയും കൂടെ. അപ്പൊ അതിനൊക്കെ അപ്പുറം CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ ദേശീയ നേതാവും, മഹാരാഷ്ട്ര പോലുള്ള വലിയ സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ടുള്ളതും, ഏറ്റവും വലിയ വലിപ്പത്തിൽ ഈ BJP ദേശീയ തലത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന RSSന്റെ അല്ലെങ്കിൽ നേതാവായിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം മാത്രം ഇവിടെ വരണം. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മോൻ ചോദിച്ച്, ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഞാൻ കേട്ടത്, പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാല്, അദ്ദേഹത്തിന് ഈ ഉമ്മൻചാണ്ടിയുടെ പരിപാടിക്കകത്ത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണ് എന്നാണ് പറയുന്നത്. അതിനകത്തൊക്കെ എത്രത്തോളം കാര്യമുണ്ടെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഒരു ഗവർണർ വിളിച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിനകത്ത് എന്നെയും കൂടെ ഉദ്ഘാടകനാക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ അത്രയും ചെറിയ കുഞ്ഞുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഗവർണറുടെ വലിപ്പം എന്തോ ഉണ്ടെന്നും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുക മാത്രമല്ല, ദേശീയ ലെവലിലൊക്കെ RSSന്റെ ഭാഗമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, ഒന്നും RSS എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒന്നും ഒരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഗവർണർ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാത്ത, അവരെ നിയോഗിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ ചുമ്മാതെയാണ്. ഇതിനകത്ത് വലിയൊരു സിമ്പിൾ ഉണ്ട്. ഇപ്പം ഹെഡ്ഗേവാറിന്റെ പേര് അവിടുത്തെ ബ്രിസ്കോളിന് ഇടുമെന്ന് പറഞ്ഞ് നഗരസഭ തീരുമാനിക്കുന്നു. അവിടെ കയ്യിലിരിക്കുന്ന നഗരസഭയാണ് BJP. അവർ സ്വന്തമായിട്ട് ഇടും. എന്റെ പൊന്നെ, എന്തൊരു ബഹളമായി! സന്ദീപ് വാര്യറിന്റെ ബഹളം, അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ ബഹളം, എല്ലാവരുടെ ഒക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹളം വെക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നീക്കം ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനെ കൊണ്ട് നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് BJPയുടെ ഒരു വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയമുള്ള നാളെ തൊട്ട് ചർച്ചയാകും, പറഞ്ഞു ചർച്ചയാകും. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകനാണ്, ഉമ്മൻചാണ്ടിയുടെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ആ പരിപാടിക്കകത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇന്ന് കേരളത്തിൽ മറ്റാരെക്കാളും യോഗ്യനായിട്ടുള്ളവൻ BJPയുടെ നേതാവാണ്. അതിനുവേണ്ടി മഹാരാഷ്ട്രയിൽ ഗവർണറെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മെസ്സേജ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ, രാഷ്ട്രീയമൊക്കെ പഠിക്കുകയും അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പം പുറകോട്ട് പരിശോധിക്കുമ്പോൾ പാലക്കാട് ഇലക്ഷനകത്ത് ഉമ്മൻചാണ്ടിയുടെ മകന്റെ അസാന്നിധ്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അത് ചർച്ചയിൽ വന്നപ്പോഴും, അല്ലെങ്കിൽ ചർച്ചയിൽ വന്നപ്പോഴും ആ ചർച്ച വലുതായിട്ട് മാധ്യമങ്ങൾക്കിടയിൽ ചർച്ച വന്നപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ SNDPയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അന്ന് പോപ്പിനെ കാണാൻ പോകുന്നതിനകത്തെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞത് വഴിതിരിച്ചു വിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ, അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തും, അല്ലെങ്കിൽ ഈ കോൺഗ്രസുമായിട്ടും യൂത്ത് കോൺഗ്രസുമായിട്ടും ഒക്കെ പഴയ ഒരു ബന്ധത്തിൽ അല്ല പോകുന്നതെന്ന്
ഉള്ള കാര്യം കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന KPCCയുടെ പരിപാടിയും കോൺഗ്രസിന്റെ പരിപാടിയും യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലുമൊക്കെ ഈ ഉപനേതാവ് എത്രത്തോളം ഇൻവോൾവ് ആണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. മാത്രവുമല്ല, പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടതും അല്ലെങ്കിൽ പ്രതികരിച്ചാൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഉയർത്തിക്കാണിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ലൈം ലൈറ്റിലേ ഇല്ല. ആ ഒരു ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം അദ്ദേഹം ജയിക്കുന്നു, MLA ആകുന്നു. മണ്ഡലത്തിൽ ഞാൻ തിരക്കുമ്പോൾ അദ്ദേഹം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പല ഘട്ടങ്ങളിലും അദ്ദേഹം BJPയിൽ പോകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരി BJPയിൽ പോകും, BJPയുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വാർത്ത വരുമ്പോൾ ആ വാർത്തയ്ക്ക് മറുപടി പറയുന്നു, ഞങ്ങൾ പോകുന്നില്ല എന്ന് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക് പറയേണ്ടി വരുന്നു, സഹോദരിക്ക് പറയേണ്ടി വരുന്നു, ഈ പറയുന്ന ചാണ്ടി ഉമ്മന് പറയേണ്ടി വരുന്നു. അപ്പൊ ആ രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ അത്ര അങ്ങോട്ട് ദഹിച്ചു പോകുന്ന ഒരവസ്ഥയല്ല, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ അങ്ങോട്ട് ദഹിച്ചു പോകുന്ന ഒരവസ്ഥയല്ല. ആ രീതിയിലേക്കുള്ള ഒരു പോക്കും പ്രവർത്തനവും ഒക്കെയാണ് വളരെ കാലമായിട്ട് ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും പ്രശ്നമായിരിക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കേരളത്തിലുടനീളമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും ഖഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നതിനെതിരെ വലിയൊരു സമരം നടത്തുന്ന സമയത്തും ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രത്യേകത ഉമ്മൻചാണ്ടിയുടെ പേര് ഒരുപക്ഷെ അതിനകത്ത് ഒരു പ്രാവശ്യം പോലും പറയാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച പ്രധാനമന്ത്രി പിന്നെ പിണറായി വിജയനും ഒക്കെ അതൊന്നും പ്രശ്നമല്ല, അതിനൊന്നും ഒരാക്ഷേപവും ഒരു മറുപടിയും പറയാതെ BJP നേതാവ് മതി എന്റെ അച്ഛന്റെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്ക് എന്ന് തീരുമാനിക്കുമ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഈ പരിപാടിക്ക് BJPയുടെ ഗവർണർ വന്ന് ഉദ്ഘാടനം ചെയ്താൽ അതൊരു വിഷയമാവത്തില്ലെന്നും ചർച്ചയാവത്തില്ലെന്നും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല എന്ന് തോന്നുന്ന ഒരു നേതാവോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയം അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ. ജനിച്ചു വീഴുന്നപ്പോ തൊട്ട് MLA ആയിട്ടിരിക്കുന്ന ഒരു അച്ഛന്റെ മകനും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആളും എന്ത് കാര്യവും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലുള്ള നേതാവിന്റെ മകനും ഒക്കെ. അപ്പം നമ്മളെക്കാട്ടിലൊക്കെ കൂടുതൽ രാഷ്ട്രീയത്തിൽ എന്ത് നടത്തിയാൽ എന്ത് പറയും, എന്ത് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി അറിയാവുന്ന ഒരാൾ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒരുപക്ഷെ ഈ തീരുമാനം വളരെ പരസ്യമില്ലാതെ രഹസ്യമായിട്ട് വെച്ച് എടുത്ത തീരുമാനം ആണെന്നൊക്കെ നമുക്ക് കരുതേണ്ടി വരണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിലക്കുണ്ടായതിന് ഇപ്പം ഈ ഉണ്ടാകുന്ന ഈ ഉദ്ഘാടനത്തിന് ശേഷം ദേശീയ ലെവലിൽ ഈ വാർത്ത വരികയും അല്ലെങ്കിൽ ചർച്ചയാവുകയൊക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്നും ഉമ്മൻചാണ്ടിയുടെ മകൻ നാളെ ഒരുപക്ഷെ നമ്മൾ മറ്റ് ആന്റണിയുടെ മകന്റെ പേരിൽ കേട്ടതുപോലെ പത്മജ വേണുഗോപാലിന്റെ മകന്റെ പേരിൽ കേട്ടതുപോലെയൊക്കെ ഒരു വാർത്ത നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആളെ ശ്രദ്ധിക്കുമ്പോൾ ഉമ്മൻചാണ്ടി അറിയാലോ, കേരള കോൺഗ്രസും ഉമ്മൻചാണ്ടിയും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDFന്റെ ബലം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരായിരുന്നു ഈ ന്യൂനപക്ഷം, രണ്ട് ന്യൂനപക്ഷമാണ് ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് പാർട്ടിയെ നിലനിർത്തിയത്. കേരളത്തിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും വോട്ട് ഒരുപോലെ നയിക്കുമ്പോൾ ഏതാണ്ട് 30% വരുന്ന മുസ്ലിമും 15% വരുന്ന ക്രിസ്ത്യാനിയും കൂടെ വരും, 40% വരും. ഈ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ അവരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് നിർത്തിയിട്ടുള്ളത്. ആ സമയത്ത് ഇപ്പം ഈ പറയുന്ന മുസ്ലിം ലീഗ് ഒരു ഭാഗത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് പോലെ തന്നെയായിരുന്നു മാണി സാറും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയായിരുന്നു അതിന്റെ നേതൃത്വത്തിൽ AK ആന്റണിയെക്കാട്ടി കൂടുതൽ ക്രിസ്ത്യാനികളെ കോൺഗ്രസിന്റെ കൂടെ പിടിച്ചു നിർത്തുന്നതിന് അല്ലെങ്കിൽ ഈ മതമേലധ്യക്ഷന്മാർക്ക് അവരുടെ കാര്യങ്ങൾ കോൺഗ്രസുമായിട്ട് സംവദിക്കുന്നതിന് UDFുമായിട്ട് സംവദിക്കുന്നതിന് അത് മാറി. അപ്പോൾ ഇപ്പം BJP ക്രിസ്ത്യാനിയുടെ ആനുകൂല്യം അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിലേക്ക് കൂടുതൽ വലിപ്പത്തിൽ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നേതാവ്, സ്വാധീനമുള്ള ഒരു നേതാവിന്റെ മകൻ ഈ പാർട്ടിക്കകത്ത് വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ മകൻ അതിന് താല്പര്യമുണ്ടോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയുടെയും ഒക്കെ ഭാഗമാകും ഉമ്മൻചാണ്ടിയുടെ മകന്റെ ഈ നീക്കം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഈ ഫൗണ്ടേഷനകത്ത് ഉദ്ഘാടനത്തിന് BJPയുടെ നേതാവും ഗവർണറും ഒക്കെ ആയിട്ടുള്ള വന്നത് ഏതായാലും ചർച്ചയായിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ കാലത്ത് ചാണ്ടി ഉമ്മൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത നാളെ രാവിലെ ഉണ്ടാവത്തില്ലെങ്കിലും അതിവിദൂരമല്ലാതെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.